ഹൈ അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2-3 ആളുകൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നോമ്പാണല്ലോ, റമദാനാണല്ലോ. അപ്പോൾ റമദാൻ സമയം തറാവി ഫർദ് നിസ്കാരം ബാക്കി നിൽക്കെ തറാവി നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം 2-3 ആളുകൾ ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും വേണ്ടില്ല നമുക്കൊരു വീഡിയോ ഇടാമെന്ന്. തറാവി ഫർദ് നിസ്കാരം ബാക്കി നിൽക്കെ അഥവാ ഖളായി നിൽക്കെ തറാവി നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. അത് എങ്ങനെയെന്ന് വെച്ചാൽ തറാവി നിസ്കാരത്തിൽ നമുക്ക് നമ്മുടെ ഫർദ് നിസ്കാരം വീട്ടാൻ പറ്റും. ഇപ്പോൾ ഇമാമ് തറാവി നിസ്കരിക്കുകയാണ്. സുബൈ ആണെങ്കിൽ എളുപ്പമാണ്. കാരണം നിയ്യത്ത് വെക്കുമ്പോൾ എൻ്റെ സുബൈ ഖളാ ആയ സുബൈ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ രണ്ട് റക്കാത്തായിട്ട് നിസ്കരിക്കാൻ പറ്റും. ആ സമയത്ത് ളുഹ്റോ അസറോ ഇശാവോ ആണെങ്കിൽ എങ്ങനെ നിസ്കരിക്കാം എന്നതാണ് എല്ലാവർക്കും സംശയമുള്ളത്. ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ തറാവി നിസ്കരിക്കുന്ന സമയത്ത് ഇമാം എന്ത് ചെയ്യും? തക്ബീറത്തുൽ ഇഹ്റാം കിട്ടും. ആ സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കുക, ളുഹ്ർ എന്ന ഫർള് എന്നിൽ നിന്ന് ഖളാ ആയി പോയ ളുഹ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് 4 റക്കാത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക. കെട്ടിയതിന് ശേഷം ഇമാം തറാവിയിൽ എന്ത് ചെയ്യും? 2 റക്കാത്തായി കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം വീട്ടും. സലാം വീട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? സലാം വീട്ടരുത്. സലാം വീട്ടാതെ ആ 2ാമത്തെ റക്കാത്തിൽ ഇമാം എണീക്കും. ഇമാം എണീക്കുമ്പോൾ ഇമാം അവിടെ ഒരു ദിക്ർ ചൊല്ലിയിട്ടാണ് എണീക്കുക. അപ്പോൾ ആ ദിക്ർ നമ്മൾ ചെല്ലണ്ട. ആ ദിക്ർ ചെല്ലാതെ തന്നെ നമ്മൾ സലാം വീട്ടരുത്. ഇമാം സലാം വീട്ടിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്ത്? സലാം വീട്ടാതെ എണീക്കുക. എണീച്ചിട്ട് 4 റക്കാത്താവുമ്പോൾ ഇമാം സലാം വീട്ടുമല്ലോ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? സലാം വീട്ടിയാൽ മതി. മനസ്സിലായിക്കും എന്ന് മനസ്സിലാകുന്നു. കാരണം ഒന്നും കൂടി വ്യക്തമാക്കി തരാം. ഇമാമിൻ്റെ കൂടെ തന്നെ നിസ്കരിക്കാം. തറാവി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ തന്നെ നിസ്കരിക്കുക. നിസ്കരിക്കുന്ന സമയത്ത് ളുഹറാണെങ്കിൽ ളുഹർ, അസറാണെങ്കിൽ അസർ, ഇഷ ആണെങ്കിൽ ഇഷ. 4 റക്കാത്താവുമ്പോഴാണ് അവിടെ സംശയമുള്ളത്. ആ നിയ്യത്ത് വെക്കുക. ഏത് ഫർളാണോ നമുക്ക് ഖളാ ഉള്ളത് ആ ഖളാ ആയ ഫർള് നിസ്കരിക്കുക. നിസ്കരിക്കുന്ന ടൈമിൽ നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. ഇമാമിൻ്റെ കൂടെ തന്നെ പോവാം. പോയിട്ട് തറാവി 2 റക്കാത്താവുമ്പോൾ ഇമാം സലാം വീട്ടും. ആ സമയത്ത് നമ്മൾ സലാം വീട്ടരുത്. സലാം വീട്ടാതെ വെയിറ്റ് ചെയ്ത് നമ്മൾ എണീക്കുക. ഇമാം എണീക്കുന്ന സമയത്ത് തന്നെ സലാം വീട്ടിയിട്ട് തക്ബീർ ഒരു ദിക്ർ ചൊല്ലിയതിൻ്റെ ശേഷം എണീക്കണില്ലേ, ആ സമയത്ത് എണീക്കുക. എണീച്ചതിൻ്റെ ശേഷം 4 റക്കാത്താവുമ്പോൾ സലാം വീട്ടും ഇമാം. ആ സമയത്ത് 4 റക്കാത്തായിട്ട് നമ്മൾ സലാം വീട്ടുക. അപ്പോൾ നമ്മളെ ളുഹ്ർ എന്തായി? ഒരു ളുഹ്ർ 4 റക്കാത്താണല്ലോ. അപ്പോൾ ആ ളുഹ്ർ വീട്ടും, ളുഹ്ർ വീടും. അപ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ആ ദിക്ർ ചൊല്ലുക. ആ ദിക്ർ ചൊല്ലിയതിന് ശേഷം 4 റക്കാത്തായിട്ട് അടുത്ത 2 റക്കാത്തിന് എണീക്കുമ്പോൾ അടുത്ത 2 റക്കാത്തിലും എണീച്ചിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നിയ്യത്ത് തന്നെ ആക്കുക. അങ്ങനെ നമ്മളെ ഫർള് നിസ്കാരങ്ങൾ നമുക്ക് വീട്ടാൻ കഴിയും. പിന്നെ ഒന്ന് വരുന്നത് മഗ്രിബ് നിസ്കാരമാണ്. മഗ്രിബ് നിസ്കാരം വിഷയം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വിത്ർ നിസ്കരിക്കൂലേ? 3 റക്കാത്ത് തറാവീൻ്റെ ശേഷം വിത്ർ നിസ്കരിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് എന്ത് ചെയ്യാം? മഗ്രിബ് നമുക്ക് ഖളാ ഉണ്ടെങ്കിൽ ആ ഖളാ വീട്ടാം. ഇപ്പം സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ ആ സുന്നത്ത് നോമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫർള് നോമ്പിൻ്റെ ഖളാ വീട്ടുന്നുണ്ട്. ഫർള് നോമ്പ് നമുക്ക് വീട്ടാനുണ്ടെങ്കിൽ ആ വീട്ടുന്ന ഫർള് നോമ്പ് നമ്മൾ എങ്ങനെ വീട്ടുന്നു? ഈ സുന്നത്ത് നോമ്പിൽ നിന്ന് തന്നെ നമ്മൾ വീട്ടുന്നുണ്ടല്ലോ. നമ്മൾ നെയ്യത്ത് വെക്കുമല്ലോ. എന്നിൽ നിന്ന് ഫർള് ആയ നോമ്പ് ഖളാ ആയി പോയിട്ടുണ്ട്. ആ ഖളാവ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വീട്ടുന്നു. അപ്പോൾ സുന്നത്ത് നോമ്പ് എടുത്ത കൂലിയും കിട്ടും, ഈ ഖളാ വീട്ടിയ ആ കൂലിയും കിട്ടും. എന്നതുപോലെ തന്നെയാണ് സുന്നത്തിൽ നിന്ന് ഫർളിനെ ഖളാ വീട്ടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ നിങ്ങളാർക്കെങ്കിലും ഇത് മനസ്സിലാവുന്ന ആളുകളുണ്ടാവും, കാരണം ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടാവും. അവർക്കിത് പുത്തിരിയാവില്ല. എന്നാലും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അറിയാത്തവർ കമൻറ്റുമായിട്ട് അറിയിക്കില്ലായിരുന്നു. ഇപ്പോൾ അറിഞ്ഞു എങ്കിൽ ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. ബായ്. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.